കർഷകർക്ക് ആശ്വാസം. വണ്ടൂർ, അമരമ്പലം, കരുവാരകുണ്ട് പഞ്ചായത്തുകളിലായി 50-ലേറെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തുകയും ചെയ്യുന്ന കാട്ടുപന്നികളെ അമർച്ച ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപടി ശക്തമാക്കിയിരുന്നു. വഴിയാത്രക്കാർക്കും കാട്ടുപന്നികളുടെ ആക്രമണത്തിലും ബൈക്ക്, ഓട്ടോറിക്ഷ യാത്രികർക്കും കഴിഞ്ഞ കുറെ കാലങ്ങളായി വാഹനങ്ങൾക്ക് കുറുകെ ചാടിയുമെല്ലാം പരിക്കേൽക്കുന്നത് പതിവ് വാർത്തയായിരുന്നു. നാട്ടിൻപുറത്തേക്ക് കൂട്ടമായി എത്തി ഒറ്റപ്പെട്ട കൃഷിയിടങ്ങളിലെല്ലാം തമ്പടിച്ചിരുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കണമെന്ന് കർഷകർ നിരന്തരമായി ആവശ്യപ്പെട്ടു വരികയായിരുന്നു. കരുവാരകുണ്ട്, വണ്ടൂർ, അമരമ്പലം എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ സംയുക്ത പന്നിവേട്ടയിൽ 50-ലധികം കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് സർക്കാർ പ്രത്യേക അധികാരം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അംഗീകൃത ഷൂട്ടർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തി പന്നികളെ കൊന്നൊടുക്കിയത്. ഷൂട്ടർ സക്കീറിന്റെയും സംഘത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു പന്നിവേട്ട. ലക്ഷക്കണക്കിന് രൂപയും അധ്വാനവുമെല്ലാം മുടക്കി ചെയ്യുന്ന കൃഷി ഒറ്റ രാത്രി കൊണ്ട് കാട്ടുപന്നികൾ നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെയും പഞ്ചായത്തുകളുടെയും ഈ നടപടി കർഷകർക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും സർക്കാരിന്റെയും പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ജനപ്രതിനിധികൾ വ്യക്തമാക്കി. തുടർന്നും കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന നടപടികൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. കർഷകരെ സംരക്ഷിക്കാൻ മാധ്യമപ്രവർത്തകരും പൊതുജനങ്ങളും കർഷകരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. ഉണ്ണീൻകുട്ടി പറഞ്ഞു. പന്നിവേട്ടയ്ക്ക് നേതൃത്വം നൽകിയ ഷൂട്ടർ സക്കീറിനെയും സംഘത്തെയും ഭരണ സമിതികൾ അഭിനന്ദിച്ചു. കൃഷിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൃഷിക്കാർ വളരെയധികം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പന്നി ശല്യം അവസാനിപ്പിക്കുക എന്നത്. ഗ്രാമപഞ്ചായത്തുകൾക്ക് കൃഷി നശിപ്പിക്കുന്ന പന്നികളെ വെടിവെച്ചു കൊല്ലാൻ പ്രസിഡന്റുമാർക്ക് ഉത്തരവ് ഗവൺമെന്റ് അനുവദിച്ചു തരികയും ചെയ്തു. ആയതിന്റെ അടിസ്ഥാനത്തിൽ അംഗീകൃത ഷൂട്ടർമാരെ വെച്ചുകൊണ്ട് ഞങ്ങൾ പന്നി വേട്ട നടത്തുകയും ഇന്നലെ നടന്ന വേട്ടയിൽ കരുവാരക്കുണ്ടിൽ നിന്നും വണ്ടൂര്, അമരമ്പലം തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്ന് 50-ലധികം പന്നികളെ ഇന്നലെ രാത്രി ഷൂട്ടർമാർ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദപരമാണ്. ലക്ഷങ്ങൾ മുടക്കി കൃഷി ചെയ്യുമ്പോൾ ആ കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ സർക്കാർ ഉത്തരവിട്ടു. അതോടൊപ്പം ബഹുമാന്യനായ മന്ത്രി ഷിബു ബേബി ജോൺ ഞങ്ങളെ പഞ്ചായത്തുകളെ വിളിച്ചിരുന്നു. വനമേഖലയിലുള്ള പഞ്ചായത്തുകളെ പ്രസിഡന്റുമാരെ വിളിച്ച് ഈ കാര്യത്തിൽ ശുഷ്കാന്തി ഉണ്ടാകണമെന്നും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഫണ്ട് അനുവദിച്ചുകൊണ്ട് അതിന് വേണ്ടത് ചെയ്യണം, അതുപോലെ അടിക്കാട് വട്ടി കൃഷിക്കാരെ സംരക്ഷിക്കണം, ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ താല്പര്യത്തോടു കൂടിയാണ്, ആ ഒരു അഭിമാനകരമായ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് പന്നികളെ ഇതുപോലെ വെടവെച്ച് കൊല്ലേണ്ടതുണ്ട്, നശിപ്പിക്കേണ്ടതുണ്ട്. കൃഷിക്കാരും നമ്മളും ഒരുമിച്ച് നിന്ന്, മാധ്യമപ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ ശല്യത്തെ ഇല്ലാതാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അതിന് മുന്നിട്ടിറങ്ങിയ ഷൂട്ടർ സക്കീറിനെയും സംഘത്തെയും അതുപോലെ എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിച്ചുകൊള്ളും.